കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റോമാലേഖനം 15 അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ചിന്തിപ്പാനായിട്ടിടയായി തീർന്നത്. ഒരു ടോളറൻറ്റ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ സഹിഷ്ണുതയുള്ള സഹിക്കുന്ന ഒരു വിശ്വാസിയെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളോട് പങ്കുവച്ചത്. ഇന്ന് റോമാലേഖനം 15 അധ്യായം അതിൻ്റെ 8 വാക്യം മുതൽ 13 വാക്യം വരെ, 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില മറ്റൊരു ചിന്തയിലേക്കും മറ്റൊരു ധ്യാനത്തിലേക്കും പഠനത്തിലേക്കും പ്രവേശിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദി അബണ്ടൻറ്റ് ക്രിസ്ത്യൻ ലൈഫ്, സമൃദ്ധമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഉള്ള പൗലോസിൻ്റെ ഒരു കാഴ്ചപ്പാട് തൻ്റെ കേൾവിക്കാരോട് ദൈവാത്മാവിൽ താൻ അറിയിക്കുകയാണ്. സമൃദ്ധിയായ ജീവൻ. ആ വാക്യങ്ങൾ 8 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ വായിച്ചു 13 വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഒരിക്കൽ ഒരു മലയോര പ്രദേശത്തുള്ള 2 പട്ടണങ്ങൾ, ഈ 2 പട്ടണങ്ങൾക്കും ഈ 2 അരുവികളിൽ നിന്ന് ആണ് ജലം അവർക്ക് ലഭിക്കുന്നത്. സാധാരണ നിലയിലുള്ള ഒരു കാലാവസ്ഥയിൽ മലയോര പ്രദേശത്തുള്ള ഒരു പട്ടണത്തിന് അവിടെ അരികിലുള്ള ഒരു അരുവിയിൽ നിന്ന് വെള്ളം ലഭിക്കുകയും, എന്നാൽ വറവ് ഉണ്ടാകുന്ന സമയത്ത്, സമ്മർ സീസൺ വരുന്ന സമയത്ത് ആ അരുവിയിലുള്ള വെള്ളം വളരെ കുറഞ്ഞു വരികയും അത് വളരെ ദുഷ്കരമായ നിലയിൽ അല്പം മാത്രമായിട്ട് ഇറ്റിറ്റ് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പട്ടണത്തിലുള്ള നിവാസികൾക്ക് ആ അരുവിയിൽ നിന്ന് അങ്ങനെയാണ് ലഭിക്കുന്നത് വറവ് കാലത്ത്, സമ്മർ സീസൺ. എന്നാൽ അവിടെ തന്നെ ഉള്ള മറ്റൊരു പട്ടണത്തിൽ, മറ്റൊരു പ്രദേശത്ത്, മറ്റൊരു അരുവിയിൽ നിന്നാണ് ഈ അവർക്ക് വേണ്ടതായ ജലം അവർക്ക് ശേഖരിക്കുന്നത്, ലഭിക്കുന്നത്. അതെത്ര വറവുണ്ടായാലും എത്രമാത്രം കാലാവസ്ഥ വ്യതിയാനപ്പെട്ടാലും വളരെ സമൃദ്ധിയും വളരെ അധികവുമായി ആ പട്ടണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ലഭിക്കുന്നുണ്ട്. അപ്പോൾ 2 പട്ടണത്തിനും വെള്ളം ലഭിക്കുന്നോ എന്ന് ചോദിച്ചാൽ ലഭിക്കുന്നുണ്ട്. ഒരു പട്ടണത്തിന് സമൃദ്ധിയായിട്ടല്ല ലഭിക്കുന്നത്, വറവ് സമയത്ത് വളരെ പരിമിതമായ നിലയിലാണ് ജലം ലഭിക്കുന്നത്. മറ്റേ പട്ടണത്തിനാണെങ്കിൽ ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും സമൃദ്ധമായ ജലം ലഭിക്കുന്നതാണ് 2 പട്ടണം. ഈ 2 പട്ടണങ്ങളും ഞാൻ ഇവിടെ ഒരു ദൃഷ്ടാന്തമായി സൂചിപ്പിച്ചത് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. ആത്മീയ വിഷയത്തിൽ സമൃദ്ധമായുള്ള അനുഭവവും ആത്മാവിൻ്റെ ആത്മീയ മണ്ഡലത്തിൽ വേണ്ടവണ്ണമുള്ള സമൃദ്ധി ഇല്ലാത്തതായ അനുഭവവും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും കർത്താവ് നമ്മെ വീണ്ടെടുത്തതും നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായം 10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ വന്നത്, ഹി കെയിം ടു ഗീവ് അസ് എ അബണ്ടൻറ്റ് ലൈഫ്, സമൃദ്ധമായ ജീവനെ നൽകാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വരികയും നമ്മെ രക്ഷിക്കുകയും ചെയ്തത്. So Jesus saved us for us to be filled with the glory, his peace and joy. ദൈവത്തിൻ്റെ സമൃദ്ധമായ മഹത്വവും സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ടാണ് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത്, കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നതായ ഈ സമൃദ്ധി അനുഭവിക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിന് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല എന്ന് പറയാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാലും
പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് അവർ വരുന്നത്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഈ അപ്പോസ്തലന്മാർ നിറഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ ആ നിറവിൻ്റെ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പും ഉള്ള രണ്ട് ജീവിത അനുഭവം താരതമ്യം ചെയ്താൽ, ഇഫ് യു ജസ്റ്റ് കമ്പയർ ദ ലൈഫ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ബിഫോർ ദ പെന്തക്കോസ്റ്റ് ഈവൻറ്റ് ആൻഡ് ആഫ്റ്റർ ദി പെന്തക്കോസ്റ്റ് ഈവൻറ്റ്, ഈ സമൃദ്ധിയായ ജീവൻ്റെ പകർച്ച ലഭിച്ചതിന് ശേഷം ശിഷ്യന്മാരുടെ ലൈഫിലുണ്ടായ മാറ്റം നമുക്കറിയാം, അല്ലേ? പേടിച്ച് വളരെ വരണ്ടിരുന്ന ശിഷ്യന്മാർ മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് മുന്നോട്ടിനി എങ്ങനെയാകും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്ത് ദേ വേർ ലിവിങ് ഇൻ ഫിയർഫുൾനെസ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, അതുമാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ ചിലർ പടക് വിട്ടു പോയവരുണ്ട്, ചിലർ യേശുവിനെ പിൻഗമിക്കുന്നത് നിർത്തിയിട്ട് പോയവരുണ്ട്, തോമസിനെ പോലുള്ളവർ. ചിലർ ഭയന്ന് വിറച്ച് ഓടിപ്പോയവരുണ്ട്, ചിലർ ധൈര്യമില്ലാതെ അവർ ഒളിച്ച് പാത്തിരിക്കുന്നവരുണ്ട്. മാത്രമല്ല, ആ സമയത്ത് ഈ പെന്തക്കോസ്റ്റ് ഇവൻറ്റിന് മുമ്പ് യോഹന്നാനാണോ യാക്കോബാണോ ഇടത്ത് വലത്തിരിക്കേണ്ടത്, ആരാണ് വലിയവൻ എന്നൊക്കെയുള്ള ചിന്ത, ഇങ്ങനെയുള്ള അസൂയ എന്ന് വേണ്ട തമ്മിലുള്ള അസൂയ, പിന്നെ ഭയം ഇത്യാദി കാര്യങ്ങളെല്ലാം ഇവർക്ക് ശിഷ്യന്മാർക്കുണ്ടായി. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ അടിമുടി ഇവരെ മാറ്റിയ സംഭവം എന്തെന്ന് ചോദിച്ചാൽ, എന്നാണോ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അവരിലേക്ക് പകരുകയും യേശു കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി പ്രോമിസ് ചെയ്ത അബണ്ടൻ്റ് ലൈഫ്, സമൃദ്ധമായ ജീവൻ അവർക്ക് ലഭ്യമായപ്പോൾ, there we could see a drastic change, a transformation. പത്രോസും യാക്കോബും യോഹന്നാനും പഴയ ആളെയല്ല, ഇടത്തും വലത്തും ഇരിക്കാൻ മത്സരിച്ചവരായിരുന്നു ശിഷ്യന്മാർ. ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? യേശു എന്നെയാണോ അവനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? യേശുവിന് അവനോടാണ് കൂടുതൽ സ്നേഹമെന്നുള്ള അസൂയയുടെ മണ്ഡലത്തിൽ ജീവിച്ചിരുന്നവരുണ്ട്, ഭയന്നവരുണ്ട്, ഓടിപ്പോയവരുണ്ട്. എന്നാൽ എപ്പോഴാണോ പരിശുദ്ധാത്മാവ് അവരിലേക്ക് പകരപ്പെട്ടത്, എപ്പോഴാണോ സമൃദ്ധിയായ ജീവൻ അവരിലേക്ക് പകരപ്പെട്ടത്, അവരാൾ മാറി. അവരുടെ സന്തോഷം എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, യേശുവിൻ്റെ കൂടെ ഉള്ള സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, യേശുവായിരുന്നു എല്ലാ ഉപദ്രവവും ഏറ്റുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സമൃദ്ധിയായ ജീവൻ അവർക്ക് ലഭിച്ചപ്പോൾ അവർക്ക് പീഡനമുണ്ടായിട്ടും അവർക്ക് നേരെ ഉപദ്രവം ഉണ്ടായിട്ടും അവരിൽ പലരെയും അന്നത്തെ ചക്രവർത്തിമാർ ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സമൃദ്ധിയായ ജീവൻ അനുഭവിക്കുന്നവർ ഒരിക്കൽ പോലും പിൻവാങ്ങിയില്ല, ഒരിക്കൽ പോലും അവർ ദൈവത്തെ ഉപേക്ഷിച്ചില്ല, യേശുവിൻ്റെ പാതയെ ഉപേക്ഷിച്ചിട്ട് പോയില്ല. ഓരോ ശിഷ്യന്മാരെയും റോമൻ പടയാളികളുടെ വാളിനാലും വിവിധ തരങ്ങളിലുള്ള ഉപദ്രവങ്ങളാലും പീഡനങ്ങളാലും അവർ ഓരോരുത്തരെ കൊല്ലുമ്പോഴും ശിഷ്യന്മാരിൽ ഒരാൾ പോലും അയ്യോ ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് അവർ പിന്തിരിഞ്ഞു പോയില്ല. സമൃദ്ധിയായ ജീവൻ അനുഭവിക്കുന്നവർ അത് വിട്ടിട്ട് പോകാൻ തയ്യാറായില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. പത്രോസ് പേടിച്ചിരുന്ന പത്രോസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. പേടിച്ചിരുന്നതായ ശിഷ്യന്മാർ പലരും പടയാളികളുടെ വാളിനാൽ ഇരയാകപ്പെട്ടു, പീഡനങ്ങളാൽ മരിക്കപ്പെട്ടു. എന്നിട്ടും സമൃദ്ധിയായ ജീവൻ്റെ ഉടമകളായിരുന്ന ഈ ശിഷ്യന്മാരാരും, അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്ന ആരും പിൻവാങ്ങിപ്പോയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അപ്പോൾ കർത്താവ്, ഞാൻ ഇതിൻ്റെ ആമുഖം ഇത്രയും നിങ്ങളോട് പറഞ്ഞത്, ദൈവമായ കർത്താവ് നമ്മെക്കുറിച്ച് എല്ലാം ആഗ്രഹിക്കുന്നത് വി നീഡ് ടു ഹാവ് ദാറ്റ് അബണ്ടൻസ് ഓഫ് ലൈഫ് ഓർ അബണ്ടൻറ്റ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മൾ ആ സമൃദ്ധമായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവർ ആയിരിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്. സോ the main thing of our main message of today's Bible study is, I would say, the abundant Christian life based on Romans chapter 15 verse 8 to 13. ഇവിടെ ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ
ഈ സമൃദ്ധിയായ ജീവൻ നമ്മിലേക്ക് പകരപ്പെടുന്നത് രണ്ട് ശുശ്രൂഷകന്മാരിലാണ്, അല്ലെങ്കിൽ രണ്ട് ശുശ്രൂഷകളാലാണ്. There are two ministries or two ways of ministries for us. എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള രണ്ട് ശുശ്രൂഷകൾ ഇവിടെ വെളിപ്പെടുകയാണ്. ഒന്ന്, the glory of the Savior's ministry. ഒന്ന്, നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ ശുശ്രൂഷ. അത് 8-ാമത്തെ വാക്യം മുതലൊന്ന് നമുക്കൊന്ന് വായിച്ചു വന്നാട്ട്. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യം നിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. For I say that Christ has become a servant to the circumcision on behalf of the truth of God, to confirm the promise given to the Father. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. So the abundant life falls under first ministry of Jesus Christ into our life. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഒന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇവിടെ റോമാലേഖനത്തിൽ വീണ്ടും പൗലോസ് ഒരു ചെറിയ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ്. ഹൗ ദിസ് ജീസസ് മിനിസ്ട്രി പാസ് ടു അസ്, എന്നിലേക്ക് ഈ ശുശ്രൂഷ എങ്ങനെ വന്നു? അതിന് പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്ന് ഞാൻ പറയുന്നു. So the first glory of God, the Savior's ministry extended to the Jews. അവിടെ പറയുന്ന കാര്യമുണ്ട്, പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. So God's promise to the Jewish people, 8-ാമത്തെ വാക്യം അതാണ് നമ്മളോട് അറിയിക്കുന്നത്. യഹൂദ ജാതിക്ക് രക്ഷയൊരുക്കാനാണ് യേശുവിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഉടനീളം നമ്മളത് വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യമൊക്കെയും ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ കാണാതെ പോയ ആടിനെ തിരഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷകളിൽ പലയിടങ്ങളിലും അത് യേശു വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കും. സോ God promises to Jewish the people the redemption. ഇത് അനുഭവിച്ചറിയാനായിട്ട്, ഇത് നൽകുവാനായിട്ട്, ഈ വാഗ്ദത്തം അനേകർക്ക് ലഭിക്കാനായിട്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നു എന്നത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും, നമുക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാനായിട്ട് കഴിയും. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ക്യാൻ സീ, ദ മിനിസ്ട്രി ഓഫ് ദി സേവിയർ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, God promises to the Jewish people, യഹൂദന്മാർക്ക് വേണ്ടി തൻ്റെ രക്ഷയുടെ അനുഭവത്തെ ഒരുക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ തന്നിലൂടെയുള്ള രക്ഷ യഹൂദന്മാർക്ക് ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ മാനവരാശിയുടെ പാപത്തിന് വേണ്ടിയും മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് താൻ വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് വാസ് ഗിവൺ ടു ദി സിൻസ് ഓഫ് ദ പീപ്പിൾ എമംഗ് ദി ജ്യൂസ്. തൻ്റെ രാജ്യം യഥാസ്ഥാപനപ്പെടുത്താനായി താൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്. എന്നാൽ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. ഇൻ ദാറ്റ് ഡേ, ദ വെരി ഡേ ഓഫ് ജീസസ്, ദ നേഷൻ ആൻഡ് ദ ഹോൾ പീപ്പിൾ റിജക്റ്റഡ് ഹിം. യഹൂദ ജനം അവനെ കൈക്കൊണ്ടില്ല. പ്രൈസ് ദ ലോർഡ്. യഹൂദ ജനം ആരൊക്കെ അവനെ കൈക്കൊണ്ടുവോ അവരെല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാരായി. എന്നാൽ പല ആളുകളും, പല യഹൂദ ജനവും അവനെ വിശ്വസിക്കാതെ everyone rejected the promise of God. എന്നാൽ യഹൂദന്മാരായ ചിലർ ദൈവത്തിൻ്റെ രക്ഷയെ പ്രാപിച്ചവരുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ. But there are many people who were not able to come into the very life of
ദാറ്റ് ജീസസ് പ്രോമിസ്, യേശുവിൻ്റെ ആ പ്രോമിസ് ചെയ്ത ആ പ്രധാനപ്പെട്ട ജീവിതത്തിലേക്ക് പലർക്കും എത്തപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത വാക്യങ്ങൾ, when we read from 9 onwards, God prophesies to the Gentile. എന്നാൽ 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവം, പ്രൈസ് ദ ലോർഡ്, ജാതികളോടുള്ള തൻ്റെ പ്രവചനം അറിയിക്കുകയാണ്. ഒന്ന് വായിച്ചാട്ടെ 9-ാമത്തെ വാക്യം വീണ്ടും. ക്രിസ്തു ദൈവത്തിന്റെ സത്യം നിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ 8-ാമത്തെ വാക്യത്തിൽ പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, ദിസ് വാസ് given as a prophecy, this was given as a promise. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 9-ാം വാക്യം എന്ന് പറഞ്ഞാൽ 8-ാം വാക്യത്തിൽ പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടത്. സോ the Jewish people received the promise that they would be redeemed, but they rejected. എന്നാൽ അത് റിജക്റ്റ് ചെയ്തപ്പോൾ ദൈവം ഒരു പ്രവചനം ഓർപ്പിക്കുകയാണ്. എന്താ പ്രവചനം നോക്കിക്കേ, അവിടെ പറയുന്നത് ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. സോ ദ വെരി റിഡംഷൻ, മാനവരാശിയുടെ രക്ഷ, അല്ലെങ്കിൽ ദൈവം ഒരുക്കി വച്ചിരുന്ന രക്ഷ, യഹൂദന്മാർക്ക് പ്രധാനമായി നൽകിയ രക്ഷ, അത് പ്രൈസ് ദി ലോർഡ് പിന്നത്തേതിൽ അത് ജാതികൾക്ക് കൈമാറി കൊടുക്കുകയാണ്. ഇവിടെ പൗലോസ് 4 പ്രവചനങ്ങളെ, അല്ലെങ്കിൽ അതിന് സാക്ഷാത്കരിക്കുന്ന 4 അറ്റാച്ച്മെൻറ്റ്സ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് അവിടെ പിൻ ചെയ്യുന്നത് നമുക്ക് കാണാം. 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ പ്രവചനം വന്നിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. ആവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായം 43-ാമത്തെ വാക്യം എടുത്ത് വായിക്കണ്ട. പഴയ നിയമത്തിലൊരു പ്രവചനം ഓർപ്പിക്കുകയാണ്. അതായത് യേശുക്രിസ്തു തൻ്റെ ജനത്തിനു വേണ്ടി വരുന്നതായ യേശുക്രിസ്തു ഓഫർ ചെയ്യുന്ന വാഗ്ദത്തം സ്വീകരിക്കാത്തതായ യഹൂദ ജനത്തിന് പകരമായി ഒരു പ്രവചനം അനാഥ കാലങ്ങൾക്ക് മുമ്പ് തന്നെ, there was a prophecy for the Gentiles even before the world, even before the coming of Jesus Christ. അവിടെ പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിലെ ഒരു പ്രവചനം അവിടെ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും. among the Gentiles, therefore I will give praise to you among the Gentiles. അടുത്തൊരു പ്രവചനം കാണുന്നത് 11-ാമത്തെ വാക്യത്തിൽ, ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിക്കുവീൻ എന്ന് പറയുന്നു. ഇത് സങ്കീർത്തനത്തിൽ നിന്നാണ് പറയുന്നത്. 117-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിക്കുവിൻ എന്നുള്ള സങ്കീർത്തനത്തെ കോട്ട് ചെയ്യുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ കാലത്ത് യഹൂദന്മാരോട് അറിയിച്ചിരുന്നിടത്തിനകത്ത് തന്നെ ദൈവം ജാതികളെ തിരഞ്ഞെടുക്കുമെന്നത് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 1 ആവർത്തന പുസ്തകത്തിൽ നിന്ന്, 2 സങ്കീർത്തനത്തിൽ നിന്ന്, 3-ാമത്തെ സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നു. അടുത്തതും സങ്കീർത്തനത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ സങ്കീർത്തനത്തിലെ 2 പ്രവചന ശബ്ദങ്ങൾ അവിടെ ഓർപ്പിക്കുന്നു. ആ 2ഉം ദൈവസന്നിധിയിൽ പൂർത്തീകരിപ്പാനായിട്ട്, അല്ലെങ്കിൽ ദൈവം അറിയിച്ച പ്രവചനങ്ങൾ പൂർത്തീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. 4-ാമത്തെ പ്രവചനം പ്രവചന പുസ്തകത്തിൽ തന്നെ ഉള്ള, അവിടെ വായിക്കുന്നത് 12-ാമത്തെ വാക്യം, ഈശായുടെ വേരും ജാതികളെ ഭരിക്കുവാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കുമെന്ന് യെശയ്യാവ് പറയുന്നു. മറ്റൊരിടത്തൊന്നും എവിടെയാ പറഞ്ഞിരിക്കുന്നത് രേഖപ്പെടുത്തിയില്ലെങ്കിലും അവസാനത്തെ പ്രവചനം യെശയ്യാവ് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സോ the point what I am trying to say, the salvation is extended to the Gentiles. യഹൂദന്മാർക്ക് മാത്രമായി പ്രോഗ്രാം ചെയ്തത്, it was extended, and that extension is not because
യഹൂദന്മാരെല്ലാം റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണമല്ല. ഇറ്റ് വാസ് ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതുണ്ടായിരുന്നു. കൃപയാൽ നമുക്കും ആ പദ്ധതിയിൽ അണിചേരാൻ, ജാതികളായിരുന്ന എനിക്കും നിങ്ങൾക്കും അതിൽ ഭാഗവാക്കാകാൻ ദൈവം അവസരം നൽകിയത് ഓർക്കുമ്പോൾ ദൈവത്തിന് സകല ബഹുമാനവും സകല സ്തുതികളും സകല സ്തോത്രവും അർപ്പിക്കാനിടയായി തീരട്ടെ. എവിടെയോ കിടന്ന, ജാതികളായി കിടന്ന എനിക്കും നിങ്ങൾക്കും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മക്കളാകുവാൻ, വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ദൈവം അവസരം നൽകിയതുകൊണ്ട് ദൈവത്തിന് സകല ബഹുമാനവും പുകഴ്ചയും നൽകുക. അപ്പോൾ ദ അബണ്ടൻസ് ഓഫ് ലൈഫ്, സമൃദ്ധമായ ജീവൻ നമ്മൾക്ക് പ്രദാനം ചെയ്യാൻ യേശു നമ്മൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. എങ്ങനെ? അതായത് പഴയ നിയമ കാലഘട്ടം മുതൽ തന്നെ പ്രവചനാത്മാവിൽ പറഞ്ഞിരുന്ന കാര്യം ദൈവം നിവർത്തീകരിച്ചു. യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരകനായി തീർന്നിരിക്കുന്നു. സോ ദ ഗ്ലോറി ഓഫ് സേവിയേഴ്സ് മിനിസ്ട്രി ഫോർ അസ്, രക്ഷകൻ്റെ ഒരു വലിയ ശുശ്രൂഷ അവൻ്റെ മഹത്വത്തിനായിട്ട് നമ്മളുടെ മേൽ വെളിപ്പെടുകയാണ്. സമൃദ്ധമായ ജീവൻ. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞല്ലോ, there are two ministries. The first ministry is coming from Jesus Christ himself. അതാണ് 8, 9, 10, 11, 12 വാക്യങ്ങൾ വായിക്കുന്നത്. 13ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് there is a second ministry, the glory of spirits ministry, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ശക്തിയുള്ളവരായി പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്യങ്ങളിൽ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനായി there was two ministries. ഒന്ന്, യേശു രക്ഷകനായി അവതരിച്ച മിനിസ്ട്രി, അതാണ് നാം ആദ്യം വായിച്ചത്. രണ്ടാമത്തത്, എനിക്ക് സമൃദ്ധിയായ ജീവൻ ഉളവാക്കുന്നതാണ് പരിശുദ്ധാത്മാവെന്ന ദാനം എന്നിൽ ലഭിക്കുമ്പോൾ ഞാൻ സമൃദ്ധിയായ ജീവൻ്റെ അനുഭവം പ്രാപിക്കാൻ കഴിയുന്നു. സോ ദ തിങ് ഈസ്, ദി ഓഥർ ഓഫ് ദി അബണ്ടന്റ് ലൈഫ് ഈസ് ഫ്രം ദ ഗോഡ് ഓഫ് ദ സ്പിരിറ്റ്. ആ പരിശുദ്ധനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധിയിൽ അധിവസിക്കുന്നതായ ദൈവം, ഗോഡ്, ദ ബൈബിൾ ടെൽസ് ദാറ്റ് God is the giver of abundant life. സമൃദ്ധമായ ജീവൻ നൽകുവാൻ. ഇവിടെ 2 പ്രധാനപ്പെട്ട പദം നമ്മൾ കാണാനായിട്ട് കഴിയും. ഒന്ന്, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി, അബൗണ്ട് എന്നൊരു വാക്ക് അവിടെ കാണുന്നുണ്ട്. മറ്റൊന്ന്, വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ, ഫിൽ എന്നൊരു വാക്കും എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. സോ there are 2 words that we can see. ഒന്നാണ് abound and fill. അപ്പോൾ നമുക്ക് സമൃദ്ധമായ ജീവൻ അബൗണ്ടായിട്ട് ലഭിക്കാനും അത് നമ്മളിൽ നിറയ്ക്കുന്നതും ആയവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്നും ഈ സമൃദ്ധമായ ജീവൻ നൽകാൻ ഈ പരിശുദ്ധാത്മാവ് ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമൃദ്ധമായ ജീവൻ പകരാനായിട്ട് ഈ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വി നീഡ് ടു ഫിൽ അവർ ലൈഫ് വിത്ത് ദിസ് അബണ്ടൻസ്. ഈ സമൃദ്ധമായ ജീവൻ കൊണ്ട് നമ്മെ നിറയ്ക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു പ്രായോഗിക വിഷയം പറയാം നിങ്ങളോട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്ത ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് എന്നോട് യോജിക്കുമെന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിലൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നില്ലെങ്കിൽ,
നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിലൊരു ഒരു വലിയൊരു ഒരു ആവേശം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, ഇഫ് വി ഡോണ്ട് ഫീൽ നോ എക്സൈറ്റ്മെൻറ്റ്, എല്ലാ ദിവസവും ഒരുപോലെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം എല്ലാ ദിവസവും ഒരുപോലെ, അല്ലെങ്കിൽ ദ വേ ഐ ആം ക്രിസ്ത്യൻ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകമായ സന്തോഷം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ, എല്ലാ ദിവസവും ഞാൻ ജീവിക്കുന്നു, കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, അന്നത്തെ ദിവസം കഴിയുന്നു, പോകുന്നു. ബട്ട് അവിടെയൊന്നും ഒരു 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 എന്താ പറയുന്നത്, എവറി ഡേ ഈസ് സിംപ്ലി എ മൊണോട്ടണസ് ആൻഡ് ഒരേപോലെ, നോ എക്സൈറ്റ്മെൻറ്റ്, ദർ ഇസ് നോ ഓവർഫ്ലോയിങ് ഓഫ് ജോയ്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് അനുഭവിക്കാൻ കഴിയാത്തതായ അനുഭവം. ഓർ there never sees anything out of the ordinary. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഒരു സാധാരണപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒരു വ്യത്യാസം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ ജീവിതത്തെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട ജീവിതമാണെന്ന് പറയുന്നതിൽ നമ്മൾ അല്പം ആശങ്കപ്പെടണം. സോ ലെറ്റ് മീ ആസ്ക് യു, ഇഫ് യു ആർ എ റിയലി സേവ്ഡ് പേഴ്സൺ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ സ്നാനപ്പെട്ടു. നമ്മൾ എത്രയോ വർഷങ്ങൾ മുമ്പേ സ്നാനപ്പെട്ടവർ, അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെട്ടവരാണ്. ഈ സ്നാനപ്പെട്ട് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടും still we follow a ordinary life, still we have a life like with no any kind of overflowing joy. If there is a life, there is no excitement by being a Christian or by following Jesus Christ. If അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് ടു ബി ഫിൽഡ് വിത്ത് ഹിസ് പ്രസൻസ്, അവൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ നിറയാൻ, അവൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാൻ, അവൻ്റെ മഹത്വം എന്നിൽ കാണാൻ, ടു ബി ഫിൽഡ് വിത്ത് ഹിസ് പ്രസൻസ്, ടു ബി എംപവർഡ് വിത്ത് ഹിസ് പവർ, ടു ഗ്ലോറിഫൈ ഹിം ഇൻ മൈ ലൈഫ്. ഇതൊക്കെയാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന സമൃദ്ധമായ ജീവൻ. എന്നാൽ പലപ്പോഴും നമ്മളിൽ സംഭവിക്കുന്ന എന്താണ്? വി ആർ നോട്ട് ഷോയിങ് ദാറ്റ് അബണ്ടൻസ്. ആ സമൃദ്ധി നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അപ്പം എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ ആ ഗ്ലോറി വി ആർ നോട്ട് ഏബിൾ ടു റെക്കഗ്നൈസ്. പ്രൈസ് ദി ലോർഡ്. There is nothing extraordinary, unusual that is happening in our life. ഞാനും എൻ്റെ അയൽക്കാരനും, ഞാനും ഒരു അവിശ്വാസിയും, ഞാനും ഒരു ലോകമനുഷ്യനും തമ്മിലുള്ള ജീവിതത്തിൻ്റെ കമ്പാരിസണിൽ അവിടെ യാതൊരു വ്യത്യാസവും എനിക്ക് എടുത്തു പറയാനില്ലെങ്കിൽ, അവനും എന്നെപ്പോലെ ജോലി ചെയ്യുന്നു, അവനും എന്നെപ്പോലെ യാത്ര ചെയ്യുന്നു, അവനും എന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ മക്കൾ പഠിക്കുന്നു, എൻ്റെ മക്കളും പഠിക്കുന്നു, എല്ലാം സെയിം. ദർ ഇസ് നോ സംതിങ് that makes me extraordinary. There is no something that makes me unusual. There is nothing something overflowing as a joy from our life. എന്നാൽ ദൈവവചനം എന്താ പറയുന്നത്? When a person is walking with the Lord, he should constantly exhibit the abundance. അല്ലെങ്കിൽ he should constantly see the Lord is working in and around that person in a wonderful and a supernatural way. നമ്മളിൽ അതിശയകരമായും അത്ഭുതകരമായ ദൈവിക പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് കാണണം. അത് നടക്കുന്നത് കാണുന്നതിനെയാണ് സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ വിശ്വസിച്ചതും രക്ഷിക്കപ്പെട്ട് ദൈവവേദനായി ജീവിക്കുന്നത് കൊണ്ട്, if I am not seeing that wonderness, if I am not seeing that supernatural elements in my life, എന്നിലൊരു അസാധാരണമായ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഞാൻ സമൃദ്ധമായ ജീവിതം നയിക്കുന്നില്ല. സോ ഡു യു വാണ്ട് എ ലൈഫ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്? ഒരു വ്യത്യാസമുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ പരിശുദ്ധാത്മാവാണ് the one who will prepare, who will fill that abound. സമൃദ്ധമായ ജീവനാൽ നമ്മെ നിറയ്ക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്.
ദൈവമക്കളായ നമുക്ക് ഹല്ലേലൂയ സ്വർഗസ്ഥനായ പിതാവ് എത്ര ചോദിച്ചാലും നമുക്ക് ദാനമായി തൻ്റെ ആത്മാവിനെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വി നീഡ് ടു ബി എക്സിബിറ്റ് ദാറ്റ് അബണ്ടൻസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ സമൃദ്ധമായ ജീവിതം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഒരു ടെസ്റ്റിംഗ്, ഒരു ചെറിയ എന്താ പറയുന്നത്, ഒന്ന് എക്സാമിൻ ചെയ്യാനുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ, ഒരു സെൽഫ് ടെസ്റ്റിനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം, ദൈവവചന ധ്യാനം, ഇതെല്ലാം നമുക്കൊരു ബോറിംഗ് തോന്നുന്നുണ്ടെങ്കിൽ, ഐ എം നോട്ട് ഫീലിംഗ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വി ആർ ഡെഡ്, അല്ലെങ്കിൽ ആ സമൃദ്ധമായ ജീവൻ എന്നിലില്ല. ഞാനും എൻ്റെ സമീപത്തെ ഡോറിലുള്ള എൻ്റെ അയൽവക്കക്കാരനും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല. സോ ഇഫ് ഐ വാണ്ട് an abundance of life, I require to walk in close communion with him. ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത നിലയിൽ നടക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് ബോറിംഗ് ലെവലിൽ നിന്ന് സമൃദ്ധമായ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനും ദൈവികമായ ശുശ്രൂഷകളിലും ആത്മീയ കൂട്ടായ്മകളിലുമൊക്കെ നമ്മൾ സജീവമാകും തോറും, നമ്മൾ അടുത്ത് ചേർന്ന് വരും തോറും, പ്രൈസ് ദി ലോർഡ്, വി കുഡ് സീ ദാറ്റ് അബണ്ടൻസ് ഓഫ് ലൈഫ്. പ്രാർത്ഥനയുടെ ശക്തിയാലും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിനാലും, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ശുശ്രൂഷകളിലും നമ്മൾ മുന്നേറുമ്പോൾ we are coming into that abundance of life. ആ വലിയ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയാണ്. അല്ലെങ്കിൽ എന്താണ്? വി ആർ സ്റ്റിൽ ഫോളോയിങ് എ ഡൾ, ബോറിംഗ് ക്രിസ്ത്യൻ ലൈഫ്. ദർ ഇസ് നോ അബണ്ടൻസ്. 13ാമത്തെ വാക്യത്തിൽ the author of this abundant life is the Lord himself. ഇനി അടുത്തത് the attributes ഓഫ് ദിസ് അബണ്ടന്റ് ലൈഫ്. ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് അവിടെ ഓർപ്പിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 3 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ഒന്ന്, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നൗ മേ ദ ഗോഡ് ഓഫ് ഹോപ്പ് fill you with all joy and peace in believing, so that you will abound in hope by the power of the Holy Spirit. ഇവിടെ 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, now may the God of hope fill you with all joy, സകല സന്തോഷം കൊണ്ടും, സകല സന്തോഷവും, all joy. നമ്മൾ ഈ ജോയ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ പറയുക, ഹാപ്പിനെസ്. ഇമ്മീഡിയറ്റ് നമ്മളെ മനസ്സിലോട്ട് വരുന്നത് എന്താണ്? നമുക്കറിയാമല്ലോ, നമുക്കൊരു ജോലി കിട്ടുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നമുക്കുണ്ടാകുന്ന അതിന് മലയാളത്തിൽ രണ്ടിനും സന്തോഷം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന പദം. എങ്കിലും ഞാൻ എൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ജോലി കിട്ടുന്ന സമയത്ത് നമുക്കെല്ലാവരും സന്തോഷമായി, നമുക്കൊരു വാഹനം കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷമായി, നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായപ്പോൾ നമുക്ക് സന്തോഷമായി. നമ്മുടെ മനസ്സിലൂടെ എപ്പോഴും പറ്റുന്നത് ഒരു ഹാപ്പിനെസ്, ഒരു പ്ലഷർ. അത് തന്നെ ഒരു പ്ലഷറാണ്. നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം എന്ന് പറയാം. യെസ്, ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ്, ആനന്ദം. ഈ ആനന്ദമാണോ ഈ ജോയ് എന്ന് പറയുന്നത്, സകല സന്തോഷം എന്ന് പറയുന്നത്? ഈ ആനന്ദം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് അഫക്റ്റഡ് ബൈ അവർ സർക്കംസ്റ്റാൻസസ്. എന്ന് പറഞ്ഞാൽ, എനിക്കൊരു വാഹനം ലഭിച്ചപ്പോൾ എനിക്ക് ആനന്ദമുണ്ടായി, എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ എനിക്ക് ആനന്ദമുണ്ടായി, എനിക്ക് സന്തോഷമായി. സോ ഓൾ ദീസ് ആർ അഫക്റ്റഡ് ബൈ അവർ സർക്കംസ്റ്റാൻസസ്. സോ വെൻ all the situations in the life pleases us, അതെല്ലാം നമ്മെ സന്തോഷിപ്പിക്കുമ്പോൾ we are happy. So when there are problems, then we are unhappy. എന്നാൽ പ്രശ്നം ഉണ്ടാകുമ്പോഴോ നമുക്ക് ഈ ആനന്ദം ഇല്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന സകല സന്തോഷം എന്ന് പറഞ്ഞാൽ, the real joy
cannot be touched with our circumstances. യഥാർത്ഥ സന്തോഷം, ഈ സകല സന്തോഷവും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് വ്യതിയാനപ്പെടുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ദ റിയൽ ജോയ് ഈസ് എ സോവറിൻ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സുപ്രധാനമായ അപ്രമാദിത്യമുള്ള ഒരു ദാനമാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. മാത്രമല്ല, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഈ സന്തോഷത്തിന് ആത്മാവിൻ്റെ ഫലം എന്നും കൂടി വിശേഷിപ്പിക്കാം. സോ ദ സ്പിരിറ്റ് ഓഫ് ദ ഫ്രൂട്ട് ഈസ് ദാറ്റ് ജോയ്. അപ്പോൾ അതൊരു ജോലി കിട്ടുന്നതോ, ഒരു വാഹനം ലഭിക്കുന്നതോ, വീട് വെക്കുന്നതോ, നമുക്കൊരു അഡ്മിഷൻ കിട്ടുന്നതോ, നമുക്കൊരു വിജയം ലഭിക്കുന്നതോ, ഇതെല്ലാം ഇറ്റ്സ് ഡിപ്പെൻഡഡ് ഓൺ ദി സർക്കംസ്റ്റാൻസസ്. തോറ്റുപോയാലോ നമ്മൾ സന്തോഷമില്ല നമുക്ക്. എന്നാൽ സകല സന്തോഷവും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ഈ സന്തോഷം എന്താണ്? അത് ആത്മാവിൻ്റെ ഫലമാകുന്ന സന്തോഷമാണ്. അതിന് നമ്മുടെ സാഹചര്യം, സർക്കംസ്റ്റാൻസസ് കനോട്ട് വേരി ദാറ്റ് ജോയ്. പൗലോസ് അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 4:4 പറയുന്നത്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. എന്താ? സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. വീണ്ടും ഞാൻ പറയുന്നത്, എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഇതാരാ പറയുന്നത്? ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്. ഫിലിപ്പിയ ലേഖനം എവിടെ ഇരുന്നാണ് പൗലോസ് എഴുതുന്നത്? പൗലോസ് ഒരു കാരാഗൃഹത്തിലിരുന്നാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷനോട് ബന്ധപ്പെട്ട് നോക്കിയാൽ എല്ലാം നഷ്ടപ്പെട്ട്, പ്രതീക്ഷയെല്ലാം പോയി, ജോലിയുമില്ല, കൂലിയുമില്ല, ഒന്നുമില്ലാതിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് പൗലോസ് കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് പറയുകയാണ്, സന്തോഷിക്കുക, 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 എല്ലായ്പ്പോഴും സന്തോഷിക്കുക. സോ ദാറ്റ് ഈസ് ദ ജോയ് ഓർ ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ദി അബണ്ടൻസ് ലൈഫ്. നമ്മുടെ സമൃദ്ധമായ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങൾ വന്നോട്ടെ, എന്തൊക്കെ നിരാശകൾ വന്നോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നോട്ടെ, എന്നാലും പൗലോസ് പറയുകയാണ്, ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ചുറ്റിലും ചങ്ങലകളും ഓരോ ബന്ധനങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും സന്തോഷിപ്പാൻ പറയുന്ന പൗലോസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് സന്തോഷിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ സന്തോഷം, സകല സന്തോഷം. ഇതൊരു റോമൻ കാരാഗൃഹത്തിൽ ഇരുന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടെയാണ് താനിത് പറയുന്നത് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ പലത് കയറി വന്നാലും എൻ്റെയും നിങ്ങളുടെയും സന്തോഷം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതാണ് സമൃദ്ധിയുടെ ജീവൻ എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ വാടി വഴിഞ്ഞ് പോകുന്നത് സമൃദ്ധിയുടെ ജീവനല്ല. ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകളോ പ്രയാസങ്ങളോ വന്നാലും ദൈവമക്കളായ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് സമൃദ്ധമായ ജീവിതത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട്. ദിസ് ഈസ് ബീൻ പോർഡ് ഔട്ട്. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നമ്മൾ സംഭവിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്. നമ്മളൊരു സ്പിരിറ്റ് സെൻറ്റേഡ്, ഒരു ഹോളി സ്പിരിറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഡോക്ടറിൻസ് അല്ല പെന്തക്കോസ്തുകാരായ നമ്മളെക്കുറിച്ച് കളിയാക്കി പറയുന്നതായ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ 2 വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുമെന്നാണ് നമ്മളെക്കുറിച്ച് പെന്തക്കോസ്തുകാരെക്കുറിച്ച് മറ്റ് ട്രഡീഷൻസ് കളിയാക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഈ സമൃദ്ധമായ ജീവൻ നമ്മളിൽ പകരപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം ഒരു കാര്യം വിളിച്ചു പറയാം, ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് വരുമ്പോൾ you can experience this abundance of joy. അപ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവ് നിന്ന് അകലം പാർത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരത്തില്ല. നമുക്ക് ഈ സകല സന്തോഷം എന്ന് പറയുന്ന പൗലോസ് പറയുന്ന ഈ സന്തോഷം നമുക്ക് ലഭിക്കത്തില്ല unless and until we are coming closer to the Lord and when the Spirit is ministering upon us. എപ്പോഴാണോ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളും ക്രിയ ചെയ്യുന്നത്, അപ്പോഴാണ് ഇത് എന്നിലും നിങ്ങളിലും സംഭവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മളിൽ വളരെ കുറഞ്ഞിരിക്കുന്നുവെന്ന് ഖേദത്തോടെ ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. വി മേ ഹാവ് ഓൾ ദ ഫെസിലിറ്റീസ്, നമുക്കെല്ലാ സൗകര്യങ്ങളും കാണുമായിരിക്കും. We can sing, we can have all the amenities that is very helping us. നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് വളരെ നല്ലതായ പല കാര്യങ്ങളുണ്ട്. ബട്ട് if we are not really enjoying the overfullness of that Holy Spirit with us, നമുക്ക് ആ ജോയ് ഇല്ല, നമുക്ക് ആ സന്തോഷം ലഭിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്,
സകല സന്തോഷവും സമാധാനം കൊണ്ട്. ദി അബണ്ടൻസ് ഓഫ് ലൈഫ് ഈസ് അഗെയിൻ ക്യാരക്ടറൈസ്ഡ് ബൈ പീസ്. രണ്ടാമത്തെ ആട്രിബ്യൂട്ടാണ് സമാധാനം. അവിടെ പറയുന്ന വാക്ക് സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും ഇറ്റ് ഈസ് ഓൾസോ സംതിങ് എ കൈൻഡ് ഓഫ് എ ലൈഫ് വിച്ച് ഈസ് വറിനെസ്. നമ്മുടെ വ്യാകുലതകൾ, നമ്മുടെ ആകുലതകളെല്ലാം ദൂരെ വച്ചിരിക്കുന്നതായ, പ്രൈസ് ദി ലോർഡ്, ദാറ്റ് പുള്ളിങ് ഔട്ട്, പുള്ളിങ് അവേ, പുള്ളിങ് അപ്പാർട്ട് ബൈ ദ വറി. നമ്മുടെ ജീവിതത്തിലെ ഈ സമാധാനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ എല്ലാ പ്രയാസവും കഷ്ടതയും എല്ലാം മാറ്റുന്നതല്ല, മറിച്ച് ദ പീസ് മീൻസ് റിയലി റെസ്റ്റിംഗ് അവർ സെൽഫ് ഓൺ ദ പ്രോമിസ് ആൻഡ് ദ പവർ ഓഫ് ഗോഡ്. സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടവും എടുത്ത് മാറ്റിയിട്ടുള്ള ഒരവസ്ഥയല്ല. നമ്മുടെ വറിനസ്, വ്യാകുലതകളെല്ലാം പുൾ ഔട്ട് ചെയ്ത്, നോട്ട് പുൾഡ് ഔട്ട് അപ്പാർട്ട് വറി, നമ്മുടെ വ്യാകുലതകളെല്ലാം എടുത്തു മാറ്റുന്നതല്ല ഈ സമാധാനം. സമാധാനം വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു വാഗ്ദത്തത്തിലും അവൻ്റെ ശക്തിയിലും നമ്മൾ ആശ്രയിക്കുന്നതാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്, ഹല്ലേലൂയ, സമാധാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദോഷങ്ങളുണ്ടാകാം, കഷ്ടങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, കടഭാരമുണ്ടാകാം, നമ്മെ വ്യാകുലപ്പെടുത്തുന്ന പല വിഷയങ്ങൾ കടന്നു വന്നേക്കാം, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, ടെൻഷൻ അടിപ്പിക്കുന്ന, നമുക്ക് വലിയ ദുഃഖം തരുന്ന പല വിഷയങ്ങളും കടന്നു വന്നേക്കാം. എന്നാലും അതിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ ദൈവത്തിലുള്ള വാഗ്ദത്തത്തിലും അവൻ്റെ ശക്തിയിലും ഞാൻ വിശ്വസിക്കാൻ എന്നെ തന്നെ സജ്ജമാക്കുന്നതാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സമാധാനമെന്ന് പറയുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് അത് തന്നെയല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യത്തിൽ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം ഈ വറിനെസ് എടുത്ത് മാറ്റുന്നതാണ് സന്തോഷം. അതങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. മാറ്റിയാലും ഒരു പകർച്ചവ്യാധി പോലെ പിന്നെ അത് പിടിക്കും. നമ്മൾ പനിക്ക് ഗുളിക കഴിച്ച് പനി മാറിയെന്ന് പറഞ്ഞാൽ ഇനി പനി വരത്തില്ലെന്നല്ല, അടുത്ത തവണ വീണ്ടും പനി വരാം. സോ എവറി ടൈം വി ആർ ഇൻ എ വൾനറബിൾ സ്റ്റേജ്. അപ്പോൾ വറിനെസ് മാറ്റിയുള്ള ജീവിതത്തെ അല്ല സമാധാനം എന്ന് ഉദ്ദേശിക്കുന്നത്, മറിച്ച് എത്ര വറിനെസ് ഉണ്ടായാലും, എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലും അവൻ്റെ ശക്തിയിലും ആശ്രയിക്കുന്നു. അതാണ് പീസ്. മൂന്നാമത്തെ ഒരു ആട്രിബ്യൂട്ട് അവിടെ ആ ഭാഗങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നത്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. അപ്പോൾ സമൃദ്ധമായ ജീവിതത്തിൻ്റെ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് അബണ്ടന്റ് ലൈഫ് ഈസ് ഹോപ്പ്. ഈ ഹോപ്പ് എന്ന് പറഞ്ഞാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാധനമാണ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹമല്ല. എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് കരാമ വരെ പോകണം എന്നെൻ്റെ ആഗ്രഹമാണ്. അതൊരു പ്രത്യാശയാണെന്ന് പറയാൻ പറ്റത്തില്ല. നാളെ എനിക്ക് ഇന്ന സ്ഥലത്ത് വരെ പോകണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹോപ്പ്. ഇത് ലോകത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീപ്പ് സെറ്റിൽഡ് കൺവിക്ഷൻ ബേസ്ഡ് ഓൺ എ ക്ലിയർ വേർഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള വ്യക്തമായ അവൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഡീപ്പ് സെറ്റിൽഡ് കൺവിക്ഷനാണ്. എൻ്റെ ഉള്ളിലെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ബോധ്യമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെല്ലാം ഈ പ്രത്യാശയുണ്ട്. എന്താ? ദൈവം എൻ്റെ ഉള്ളിൽ തന്ന തികഞ്ഞ ഒരു ബോധ്യം. സോ ദൈവത്തിൻ്റെ വാഗ്ദത്തം എനിക്കൊരു വലിയ പ്രത്യാശ നൽകുന്നുണ്ട്.
ഇന്ന് രാത്രികാലം നമ്മൾ ആ പ്രത്യാശ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ചുറ്റുപാട് നാളെ എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ, നാളെ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ലതോ തീയതോ സംഭവിക്കുമായിരിക്കാം. സോ നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ടുമോറോ, ബാഡ് ഓർ ഗുഡ്, നോ മാറ്റർ ഹൗ ഗുഡ് ഇറ്റ് മേ അപ്പിയർ ഇൻ മൈ ലൈഫ് ഓർ ബാഡ് ഇൻ മൈ ലൈഫ്, ഐ മൈറ്റ് സെർവ്. ഞാൻ എൻ്റെ കർത്താവിനെ എന്തു ചെയ്യും? ഞാൻ കാത്തു പാർത്ത് അവന് വേണ്ടി പ്രത്യാശയോടിരിക്കും. അതാണ് സമൃദ്ധമായ പ്രത്യാശ എന്ന്, സമൃദ്ധമായ ജീവിതത്തിൻ്റെ ഒരു പ്രത്യാശ, ഒരു ആട്രിബ്യൂട്ടായ പ്രത്യാശ. എനിക്കെന്ത് സംഭവിച്ചാലും ഐ വിൽ ബി വെരി ഹോപ്പ്ഫുൾ. അപ്പോൾ അതാണ് ഈ പറയുന്ന പ്രത്യാശ. അപ്പോൾ സമൃദ്ധമായ ജീവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ആട്രിബ്യൂട്ട്സാണ് സന്തോഷം, സമാധാനം, പ്രത്യാശ. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവ് എന്നിൽ ക്രിയ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ എന്ത് ചെയ്യുന്നു? ദി അബണ്ടൻസ് ഓഫ് ലൈഫ് എന്നിലേക്ക് പ്രദാനം ചെയ്യുന്നു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചില നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സമർത്ഥമായ ജീവൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൽ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് എത്ര പേർക്ക് ഈ രാത്രികാലം ഏറ്റെടുക്കാനായിട്ട് കഴിയും? 13-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്താം. അവിടെ വായിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള, ഇൻ ബിലീവിങ്, വിശ്വസിക്കുന്നതിലുള്ള ആ സമൃദ്ധമായ ജീവൻ നമുക്ക് ലഭ്യമാകുന്നു. സോ ദിസ് അബണ്ടന്റ് ലൈഫ് ഈസ് അപ്രോപ്രിയേറ്റഡ് ബൈ ഫെയ്ത്ത്. ഇതെല്ലാം വിശ്വാസത്താലാണ് എന്നിൽ സംഭവിക്കുന്നത്. ഈ വിശ്വാസത്താലാന്ന് പറയുമ്പോൾ, ഞാൻ പറയാം, ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് ഉണ്ട്, വാഹനം വളരെ സ്പീഡിൽ പോകുന്നു. എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ വാഹനം സ്പീഡിൽ ഓടിക്കുന്നത്? ആ ബ്രേക്ക് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണല്ലോ, അല്ലേ? നമ്മൾ 100-120 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് എന്തിൻ്റെ വിശ്വാസത്തിൽ? ആ ഒരു ചെറിയ ലിവർ അവിടെ വർക്ക് ചെയ്യുമെന്നുള്ള ഒരു വലിയ ചിന്തയിലാണ് നമ്മൾ അടിച്ചു വിട്ട് പോകുന്നത്. ഓഫീസെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ തളർന്ന് വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ഒരു ചാരി കസാരയിലോട്ട് നമ്മൾ പതക്കോന്ന് പറഞ്ഞ് മതന്നോട് വീഴുമ്പോൾ ആ പുറയിലത്തെ ചാര് നമ്മളെ പിടിച്ച് നിർത്തുമെന്നുള്ള വിശ്വാസത്തിലല്ലേ ചാരി ഇരിക്കുന്നത്? അതോ അയ്യോ ചാരി പോകുമോ ഒന്ന് നോക്കിയിട്ട് പെതുക്കെ ചാരി, അങ്ങനെയാണോ? ഇല്ല, നമ്മളങ്ങ് ചാരുക, വിശ്വസിക്കുക അതിനെ. നമ്മുടെ ജീവിതത്തിലെ എന്ത് വിഷയത്തിലായാലും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ജോലിയിടത്തും നമ്മൾ പല കാര്യങ്ങൾ ജീവിതത്തിൽ, ഞാൻ ഒന്ന് പറയാം, ജീവിതത്തിൽ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പല കാര്യങ്ങളും നിങ്ങൾ വിശ്വാസത്താലാണ് ചെയ്തത്. നിങ്ങൾ വണ്ടി ഓടിച്ചതും യാത്ര ചെയ്തതും കസാര ചാരിയിരുന്നതും എന്ന് വേണ്ട, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വിശ്വാസത്താൽ പല കാര്യങ്ങളും ചെയ്തു. പല കാര്യങ്ങളും നിങ്ങളൊരു ഡോറിൽ കൂടെ നിങ്ങളെന്താണ് നിങ്ങൾ കസാറയിലിരുന്നതും, നിങ്ങളൊരു കതക് തുറന്ന് ഒരു റൂമിനകത്തോട്ട് കയറിയപ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ ഇന്ന് മൊത്തം ചെയ്ത കാര്യങ്ങളെല്ലാം ഇറ്റ് ഈസ് ഓൾ അപ്പോൺ എ ബിലീഫ്. എന്നാൽ ദൈവം ചോദിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്, അതുപോലൊരു വിശ്വാസം തന്നെ ക്യാൻ യു ട്രാൻസ്ഫർ ദാറ്റ് ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ഓൾസോ? കസാറ ചാരിയിരുന്നപ്പോൾ വീഴത്തില്ലെന്ന് ധൈര്യത്തോടെ നിങ്ങൾ ചാരിയിരുന്നത് പോലെ, അല്ലെങ്കിൽ വാഹനം ഓടിച്ചപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് നിങ്ങളെ ചതിക്കത്തില്ല എന്ന് വിശ്വസിച്ച് നിങ്ങൾ ഓടിച്ചതുപോലെ, നിങ്ങളുടെ ജീവിതമാകുന്ന ഈ ക്രിസ്ത്യ ജീവിതം ക്രിസ്തുവിൽ പൂർണ്ണമായി, ദൈവത്തിൽ പൂർണ്ണമായി അങ്ങ് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അതിനെയാണ് സമൃദ്ധമായ ജീവൻ. സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരുവാൻ, നമുക്ക് ആ അനുഭവത്തിലേക്കൊന്ന് ചേർന്ന് വരുവാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.
ഈ രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രാരംഭമായി നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ്